റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കും. കടുത്ത നടപടി ഇന്നു തന്നെയുണ്ടാകും. മുതിർന്ന നേതാക്കളുമായി KPCC അധ്യക്ഷൻ ആശയവിനിമയം നടത്തി. KPCC ശുപാർശ നൽകിയേക്കും. ഹൈക്കമാൻഡ് തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് സൂചന. MLA ആയതിനാൽ ഹൈക്കമാൻഡാണ് നിലപാടെടുക്കേണ്ടത്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലപാട് കടുപ്പിച്ചതോടെയാണ് തീരുമാനം. പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയെന്ന് K മുരളീധരൻ പറഞ്ഞു. റോഷിപാലും നോബൽ മാരിക്കാരനും ചേരുന്നു. ആദ്യം റോഷിപാലിലേക്ക്. റോഷി, പുകഞ്ഞ കൊള്ളി പുറത്ത്, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയം, പാർട്ടിക്ക് പുറത്താണയാൾ എന്നതല്ലേ K മുരളീധരൻ പറഞ്ഞ സൂചന? ഇന്നു തന്നെ ആ തീരുമാനമുണ്ടാകുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണോ? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട രംഗത്ത് വരുന്ന നേതാക്കളുടെ എണ്ണം കൂടുകയാണ്. മുൻ KPCC അധ്യക്ഷന്മാരുമായടക്കം നിലവിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനടക്കം എല്ലാ നേതാക്കളും ഈ കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്രയും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ, പരാതി പാർട്ടിക്ക് മുന്നിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി എടുത്തില്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ അത് സംശയത്തിനിട നൽകുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ഇനിയും രാഹുലിനെ സംരക്ഷിച്ചാൽ അത് വലിയ നാണക്കേടാകും. തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി നേതാക്കൾ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് KPCC നേതൃത്വം എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡിന് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാനുള്ള ശുപാർശ കത്തയക്കാനുള്ള ആലോചന നടത്തുന്നത്. ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ സണ്ണി ജോസഫുമായി ആശയവിനിമയം നടത്തിയെന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഇപ്പോഴും പ്രധാന നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. കേരളത്തിൽ കോൺഗ്രസ് ഇതുപോലൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടില്ല. ഒരു MLA, അതും പ്രതീക്ഷയുള്ള യുവ MLA, ഇങ്ങനെ നിരവധി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രം ഭീഷണിപ്പെടുത്തി നടത്തിയെന്നടക്കമുള്ള പ്രധാന വിവരങ്ങൾ പൊതുയിടത്തിൽ ചർച്ചയാകുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ പരാതിയായി പാർട്ടിയുടെ നേതൃത്വത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു. ഈ ഘട്ടത്തിൽ ഇനിയും തീരുമാനം വൈകരുത് എന്ന് തന്നെയാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ KPCC അധ്യക്ഷൻ, പ്രധാനപ്പെട്ട നേതാക്കൾ, അത് KPCCയുടെ മുൻ അധ്യക്ഷന്മാർക്കൊപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള കോർഡിനേഷൻ കമ്മിറ്റിയിലെ എല്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയാണ്. അതിനുശേഷമാകും KPCC നടപടി ആവശ്യപ്പെട്ടുള്ള ശുപാർശ കത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറുക. ഒരുപക്ഷെ ദീപാദാസ് മുൻഷിക്കാകും കൈമാറുക. ദീപാദാസ് മുൻഷിയാകും ഖാർഗെയുടെ കൈവശത്തേക്ക് ആ കത്ത് എത്തിക്കാൻ സാധ്യത. കാരണം ഇനിയും നടപടി വൈകിയാൽ ഇനിയും പരാതി വരും. ഇനിയും പരാതി വന്നാൽ കോൺഗ്രസ് പൂർണ്ണമായും വെട്ടിലാകുമെന്ന് അവർ വിലയിരുത്തി കഴിഞ്ഞു. ഇനിയും എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണം? K മുരളീധരൻ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നവർക്ക് താക്കീത് കൂടി നൽകുന്നുണ്ട്. അങ്ങനെ പുകഞ്ഞ കൊള്ളിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും പുറത്തു പോകാമെന്ന് ചില നേതാക്കളെ ഉദ്ദേശിച്ചാണ് K മുരളീധരൻ അങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നത്. അവർക്കുള്ള കൃത്യമായ സൂചന കൂടിയാണത്. ഇനി കോൺഗ്രസ് നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും സംരക്ഷിക്കില്ല. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നേതാക്കളുടെ ഈ സണ്ണി ജോസഫിനടക്കം വന്ന ഇമെയിൽ സന്ദേശം അത് പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ പോലും ചില നേതാക്കളുണ്ടെന്ന സംശയമുണ്ട്. അത് കാരണം 28-ന് വന്ന ഇമെയിൽ സന്ദേശം അത് KPCC അധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നത് ചില ആളുകളുടെ ഇടപെടലാണെന്ന് പോലും സംശയിക്കുന്നു. ആ തരത്തിൽ പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാകുന്ന രീതിയിൽ രാഹുലിനെ സംരക്ഷിക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അത് നടക്കില്ല എന്ന് തന്നെയാണ് മുൻ KPCC അധ്യക്ഷന്മാരുടെ നിലപാട്. ഏതായാലും തിരക്കിട്ടുള്ള കൂടിയാലോചനയാണ്. KPCC അധ്യക്ഷൻ ഇപ്പോൾ ആലപ്പുഴയിലാണ്, പ്രതിപക്ഷ നേതാവ് ഇടുക്കിയിലാണ്, തൃശ്ശൂരിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോടുണ്ട്, VM സുധീരൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ മുൻ KPCC അധ്യക്ഷന്മാർ എല്ലാവരും പലയിടത്തായുണ്ട്. അവരുമായിട്ടൊക്കെ ടെലിഫോണിൽ സംസാരിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. ഏറെ വൈകില്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്കുള്ള വഴി തുറക്കാൻ. ഇനി ഏതാണ്ട് ഉച്ചയോട് മുമ്പ് തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനം വന്നേക്കും. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതിയും രേഖാമൂലം കിട്ടി. മാത്രമല്ല KPCC അധ്യക്ഷൻ ഇന്നലെ കുടുങ്ങുകയും ചെയ്തു. കാരണം KPCC അധ്യക്ഷൻ പറഞ്ഞത് ഒരു പരാതിയും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ അതിജീവിതയുടെ ഇമെയില് നവംബർ 28-ന് 3:15 തന്നെ KPCC അധ്യക്ഷന് കിട്ടിയിരുന്നു. സണ്ണി ജോസഫിന്റെ സ്വന്തം മെയിലിലാണ് അത് വന്നതും. അപ്പോൾ ഇനിയും കൂടുതൽ ഈ പാർട്ടി പ്രതിരോധത്തിലാകാതിരിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് KPCC കരുതുന്നത്. അങ്ങനെ വന്നാൽ റോഷി, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ ഈ തീരുമാനവും KPCC കൈക്കൊണ്ടേക്കാം അല്ലേ? അരുൺകുമാർ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയൊന്നും ഇതിനൊരു ഘടകമേ അല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം.
അത് കോടതി നടപടി ഒരു ഭാഗത്ത് നടക്കട്ടെ, നിയമ നടപടി ഒരു ഭാഗത്ത് നടക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന് എല്ലാ നേതാക്കൾക്കും ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമുള്ള സാഹചര്യത്തിൽ ഇനി നടപടി വൈകിപ്പിക്കരുത്. എല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയാണ്. ഇനിയും ചർച്ചയാകുന്നത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്ന ആവശ്യമാണ് എല്ലാ നേതാക്കളും KPCC അധ്യക്ഷരോട് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വൈകില്ല. ഒരുപക്ഷെ ജാമ്യ ഹർജി 11 മണിക്ക് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്ന മുമ്പ് തന്നെ AICC നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പക്ഷേ ഇതിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശുപാർശയിലാണ് ഹൈക്കമാൻഡ് നടപടിയെടുക്കേണ്ടത്. MLA എന്ന ഒറ്റ സാഹചര്യത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി ഭരണഘടന പ്രകാരം അത് ഹൈക്കമാൻഡിന് മാത്രമേ സാധ്യമാകൂ. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇനി വൈകില്ല. MLA സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് വല്ലാത്ത തിരിച്ചടിയായി പോയി എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തെറ്റായി പോയി എന്ന വിലയിരുത്തലിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. ഇപ്പോൾ മുരളീധരൻ തന്നെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഒരു കാരണവശാലും പൊതുരംഗത്ത് നിർത്താൻ പറ്റില്ല. അത് ഇന്നലെ പരാതിയിൽ അവസാനം ഒരു യുവതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊതുജനങ്ങളുമായി ഇടപെടാനുള്ള അവസരം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകരുതെന്ന ആവശ്യമാണ് ആ പെൺകുട്ടി പരാതിയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് ഉന്നയിച്ചിരിക്കുന്നത്. ആ തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. പൂർണ്ണമായും കോൺഗ്രസുമായുള്ള ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിനെ വിച്ഛേദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചാൽ അവരും ഇനി പാർട്ടിക്ക് പുറത്തായിരിക്കും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം കുറെ കാലമായി രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു, പ്രതിസന്ധിയിലാക്കുന്നു. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ നേതാക്കൾ ഓർത്തെടുത്ത് KPCC അധ്യക്ഷൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് വ്യാജമായിരുന്നു. റോഷി, K മുരളീധരൻ പറയുമ്പോൾ ഒരു വാചകം കൂടി പറയുന്നത് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നു. ആ കൊള്ളിക്കൊപ്പം നിൽക്കുന്നവരും പുറത്താണ് എന്ന മട്ടിലാണ് K മുരളീധരൻ പ്രതികരിച്ചത്. എന്ന് പറഞ്ഞാൽ അയാളെ പിന്തുണയ്ക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺകുമാർ, ഇത് സഹികെട്ടാണ് നേതാക്കൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ അവർ പക്വതയോടെയാണ് പ്രതികരിച്ചത്. നേതാക്കൾ എല്ലാവരും, അത് പ്രതിപക്ഷ നേതാവ് ED സതീശനാകട്ടെ, മുൻ KPCC അധ്യക്ഷന്മാരായ രമേശ് ചെന്നിത്തലയും K മുരളീധരനും തുടങ്ങിയ എല്ലാ നേതാക്കളും പക്വതയോടെ പ്രതികരിച്ചു. അത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ, തീരുമാനം എടുത്തു കഴിഞ്ഞു പാർട്ടി, സസ്പെൻഷൻ എന്ന രീതിയിൽ അത് ലഘൂകരിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കാര്യങ്ങൾ വളരെ സൗമ്യമായി സംസാരിച്ചിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നവർക്കോ ഒന്നും ബോധ്യമാകുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. സ്വയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന പ്രതീക്ഷയായിരുന്നു നേതാക്കൾക്ക്. ആ പ്രതീക്ഷ അസ്തമിച്ചതിന് കാരണമുണ്ട്. ചില നേതാക്കൾ, KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള 1-2 നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കുന്നുവെന്നാണ് നേതാക്കൾക്ക് മനസ്സിലായത്. ആ ഒരു സാഹചര്യത്തിലാണ് അവർ ഇങ്ങനെ പരസ്യമായി തന്നെ രൂക്ഷമായി പ്രതികരിക്കുന്നത്. അരുൺകുമാർ.